ലോകത്തിലെ ഏറ്റവും വലിയ മെൻ്റൽ ബ്ലോക്ക് എന്താണെന്നറിയാമോ? ഈ വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിലെ 90% ആൾക്കാരും അവർ വിജയിക്കാത്തതിൻ്റെയും അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഉള്ളതും കൂടി നഷ്ടപ്പെടുന്നതിൻ്റെയും റീസൺ എന്ന് പറയുന്നത് ഒരൊറ്റ സെൻറ്റൻസ് ആണ്. അവരുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസ്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. ഈ ഏറ്റവും വലിയ മെൻ്റൽ ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു അവസരം നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറയും, പോരാ, അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത് ചെയ്യാൻ അത്രയും വലിയ ആളൊന്നും ആയിട്ടില്ല ഞാൻ, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനായിട്ട് ഞാൻ പോരാ എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുക. ഈ ഒരു കാര്യമാണ് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കാത്തത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറയുകയാണ്, ഇന്ന ബിസിനസ് ഇനി മുതൽ നീയാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ പറയും, ഇത് ചെയ്യാൻ അത്രയ്ക്ക് വലിയ ആളായോ ഞാൻ, അതിനുള്ള നോളജ് എനിക്കുണ്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് ഈവൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പോലും തോന്നാത്ത വിധം നമ്മളുടെ മനസ്സ് നമ്മളെ ബ്ലോക്ക് ചെയ്യും. വേണ്ട ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, വേണ്ട, ഇത് നിനക്ക് പറ്റുമൊന്നുമില്ല, വെറുതെ പോയി നാണം കെടുട്ടോ, വെറുതെ നീ എല്ലാവരുടെ മുന്നിലും ചമ്മും, ഇത് ചെയ്യാൻ നിൽക്കണ്ട എന്ന് മനസ്സിൽ തോന്നാറില്ല. അതാണ് സംഭവം. നമ്മൾ പല സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഷാരൂഖ് ഖാൻ്റെ ഇൻ്റർവ്യൂ ആണ്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടേഴ്സിന് തഗ് കൊടുക്കുന്ന രീതിയിലുള്ള അങ്ങനെ കട്ടുവന്ന് വരുന്നത് കാണാം. അത് കണ്ടാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. അതിനകത്ത് ഷാരൂഖ് ഖാൻ ബെസ്റ്റ് ആക്ടർ ഇൻ ദ കൺട്രി എന്ന് പറയുമ്പോൾ അത് തിരുത്തിയിട്ട് നോ, ബെസ്റ്റ് ആക്ടർ ഇൻ ദ വേൾഡ് ഓർ യൂണിവേഴ്സ്, ആ രീതിയിലാണ് പറയുന്നത്. അത്രത്തോളം അവരുടെ മൈൻഡ് കൊണ്ട് അവർ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ അടുത്ത് ഒരാൾ വന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന സമയത്ത് നമ്മൾ നമുക്കത് പറ്റും എന്നുള്ള ഒരു ചിന്ത കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാനും നമ്മുടെ ലൈഫിൽ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളത് മാറ്റിയിട്ട് അതിന് പകരം ഈ ഒരു ചിന്ത മാറാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 അഫർമേഷനാണ് ഞാൻ പറയുന്നത്. ഐ ആം ലേണിംഗ്, ഐ ആം ഗ്രോയിങ്, ഐ ആം ബിക്കമിങ്. ഇങ്ങനെ ഇത് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ അത് ഇതിലൊരു മാറ്റം വരുന്നുണ്ടാവും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.